വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 10 ക്വസ്റ്റ്യൻസ് ആണ് മിസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. നമ്മുടെ ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ചാപ്റ്ററാണ്. പക്ഷേ സിമ്പിളാണ് അല്ലേ, കുറച്ച് ടാഗുകളും അട്രിബ്യൂട്ടും ഒക്കെയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ടോപ്പ് 10 ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിസ് നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിക്കേ, ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ആൻ എംപ്റ്റി ടാഗ്? എംപ്റ്റി ടാഗും കണ്ടെയ്നർ ടാഗും നമുക്കറിയാം അല്ലേ. അപ്പം ക്ലോസ് ചെയ്യും വേണം, ഓപ്പൺ ചെയ്യും വേണം, ക്ലോസ് ചെയ്യും വേണം. അങ്ങനെയുള്ള ടാഗുകളെയാണ് നമ്മൾ കണ്ടെയ്നർ ടാഗ് എന്ന് പറയാം. ഇനി ഓപ്പൺ ചെയ്താൽ മാത്രം മതി, ക്ലോസ് ചെയ്യണം എന്ന ഒരു നിർബന്ധം ഇല്ലെങ്കിൽ ആ ടാഗിനെ നമ്മൾ പറയും എംപ്റ്റി ടാഗ് അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇതിൽ ഏതാണ് എംപ്റ്റി ടാഗ്? അതായത് ഓപ്പൺ ചെയ്താൽ മതി, ക്ലോസ് ചെയ്യണം നിർബന്ധമില്ലാത്ത ടാഗുകൾ ഇതിൽ ഏതൊക്കെയാണ്? ടേബിൾ എന്ന് പറഞ്ഞ ടാഗ്, അത് നമുക്ക് ഓപ്പൺ ചെയ്യും വേണം, ക്ലോസ് ചെയ്യും വേണം അല്ലേ. ഫ്രെയിം സെറ്റ് എന്ന് പറഞ്ഞ ടാഗ്, അതും നമുക്ക് ഓപ്പൺ ചെയ്യും വേണം, ക്ലോസ് ചെയ്യും വേണം. പക്ഷേ ഈ ഫ്രെയിം എന്ന് പറഞ്ഞ ടാഗ് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഓപ്പൺ ചെയ്താൽ മാത്രം മതി, ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഫ്രെയിം ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, എംപ്റ്റി ടാഗ് എന്ന് പറയുന്നത് കേട്ടോ. ഫോമും കണ്ടെയ്നർ ടാഗാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഫോളോയിങ് ടാഗ്സ്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് ഈ ചാപ്റ്ററിലെ ടാഗുകളും അട്രിബ്യൂട്ടുകളും ഒക്കെ തന്നെയാണ് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിൽ ഈ ടു ഇൻക്ലൂഡ് എ ബട്ടൺ ഇൻ HTML, നമുക്ക് HTML ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഏത് ടാഗ് ആണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പറയും ബട്ടൺ എന്ന് പറഞ്ഞ ആണെന്ന് പറയും അല്ലേ. ആണോ? ബട്ടൺ ആട്രിബ്യൂട്ടാണ്, അത് ടാഗ് അല്ല. ഇവിടെ ഏത് ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുക? ഇൻപുട്ട് എന്ന് പറഞ്ഞ ടാഗാണ് കേട്ടോ. ഇൻപുട്ട് ടാഗിൽ ടൈപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിലാണ്, ടൈപ്പ് ആട്രിബ്യൂട്ടിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്? ടൈപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിലാണ് നമ്മൾ ബട്ടൺ യൂസ് ചെയ്യുക. ഓക്കെ, ടു പാർട്ടീഷൻ ദ ബ്രൗസർ വിൻഡോ, നമ്മുടെ വിൻഡോനെ നമുക്ക് കുറേ പാർട്ടീഷൻസ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ഫ്രെയിം സെറ്റ് ടാഗ്. ഓക്കെ, ഫ്രെയിം സെറ്റ്. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് HTML ടാഗ് യൂസേഴ്സ് href ആട്രിബ്യൂട്ട്? href എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും ഒരു ടാഗ് യൂസ് ചെയ്യും. ഏതാണത്? എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. href എന്നാണ് നമ്മൾ കൊടുക്കുക അല്ലേ. href ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു ലിങ്ക് ഒക്കെ കൊടുക്കുക. അപ്പോൾ ടാഗാണ് അല്ലെങ്കിൽ ആങ്കർ ടാഗ്. ഈ ടാഗിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ആങ്കർ ടാഗ് എന്നാണ് കേട്ടോ. അപ്പോൾ ആങ്കർ ടാഗാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത്, നെയിം ദി ആട്രിബ്യൂട്ട് യൂസർ ടു മെർജ് 2 or more rows ഓഫ് എ ടേബിൾ ഇൻ ആൻ HTML ഡോക്യുമെന്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാഗാണ് റോ സ്പാൻ. നമുക്ക് റോ സ്പാനും കോൾ സ്പാനും അറിയാം. റോസുകൾ തമ്മിൽ മെർജ് ചെയ്യാൻ റോ സ്പാനും കോളംസിനെ തമ്മിൽ മെർജ് ചെയ്യാൻ കോൾ സ്പാനും ആണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്തത്, റൈറ്റ് ദ നെയിംസ് ഓഫ് ടാഗ്സ് യൂസർ ടു ക്രിയേറ്റ് ആൻ ഓർഡേർഡ് ആൻഡ് അൺഓർഡേർഡ് ലിസ്റ്റ്. നമുക്ക് പല ടൈപ്പ് ലിസ്റ്റുകളുണ്ട് അല്ലേ. അപ്പോൾ ഈ ലിസ്റ്റുകളിൽ ഓർഡേർഡ്, അൺഓർഡേർഡ്, ഡെഫിനിഷൻ എന്നൊക്കെ പറഞ്ഞ ലിസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ടാഗുകൾ വേണം. ഏതൊക്കെയാണ്? ഇവിടെ ഓർഡേർഡിൻ്റെയും അൺഓർഡേർഡിൻ്റെയാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ ഓർഡേർഡ് ക്രിയേറ്റ് ചെയ്യാൻ OL എന്ന് പറഞ്ഞ ടാഗും അൺഓർഡേർഡ് ക്രിയേറ്റ് ചെയ്യാൻ UL എന്ന് പറഞ്ഞ ടാഗും വേണം. ഇനി ഇതൊക്കെ ഓപ്പൺ ചെയ്താൽ ക്ലോസും കൂടി ചെയ്യണം അല്ലേ. OL എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഇതിനെ ക്ലോസ് ചെയ്യണം, ULലും ഇതേപോലെ ക്ലോസ് ചെയ്യണം. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിലുള്ള ലിസ്റ്റ് ഐറ്റംസ് കൊടുക്കാൻ നമുക്ക് LI എന്ന് പറഞ്ഞ ടാഗും ഉണ്ട് കേട്ടോ. LI ലിസ്റ്റ് ഐറ്റംസ്, ഈ ഒരു ടാഗും ഉണ്ട്. ഓക്കെ, അടുത്തത്, വാട്ട് ഈസ് ദി യൂസ് ഓഫ് ഫ്രെയിം ടാഗ് ഇൻ ആൻ HTML? HTMLൽ ഫ്രെയിമുകൾ നമ്മൾ കുറേ നമ്മുടെ വിൻഡോസിനെ പാർട്ടീഷൻ ചെയ്യുകയാണെങ്കിൽ ഫ്രെയിം സെറ്റ് ടാഗ് കൊടുക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫ്രെയിം ടാഗ് ഉണ്ട്. ഈ ഫ്രെയിം ടാഗിൻ്റെ യൂസ് എന്താണ്? ഇറ്റ് ഡിഫൈൻസ് എ ഫ്രെയിംസ് ഇൻസൈഡ് ദ ഫ്രെയിം സെറ്റ്. ഫ്രെയിം സെറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ ഫ്രെയിമുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഫ്രെയിമുകളൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് ഇവരാണ്. അതേപോലെ തന്നെ അതൊരു എംപ്റ്റി ടാഗ് ആണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു, ഇറ്റ് ഈസ് ആൻ എംപ്റ്റി ടാഗ്. മാത്രമല്ല, ഫോർ ഈച്ച് ഡിവിഷൻ ഇൻസൈഡ് ദ ഫ്രെയിം സെറ്റ് ടാഗ് വി ഷുഡ് ഹാവ് എ കറസ്പോണ്ടിങ് ഫ്രെയിം ടാഗ്. നമ്മൾ വെറുതെ പാർട്ടീഷൻ ചെയ്തിട്ട് മാത്രം കാര്യമുണ്ടോ? പാർട്ടീഷൻ ചെയ്തിട്ട് ഓരോന്നിൻ്റെയും ഉള്ളിലേക്ക് നമ്മൾ സാധനം ലോഡ് ചെയ്യണം അല്ലേ. അപ്പം അതിന് നമുക്ക് ഈ ഫ്രെയിം ടാഗ് എസെൻഷ്യൽ ആണ്. ഫ്രെയിം സെറ്റിൻ്റെ ഉള്ളിൽ എന്തായാലും ഫ്രെയിം ടാഗുകൾ വരും. ഓക്കെ,
യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിസ്റ്റ് ഇൻ HTML? നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞു. നമുക്ക് 3 ലിസ്റ്റുകളാണ് പഠിക്കാനുള്ളത് അല്ലേ? യെസ്. ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ ഓർഡേർഡ് ലിസ്റ്റ്, നമ്മൾ OL എന്ന് പറയും അല്ലേ? OL എന്ന് പറയുന്ന നമ്മുടെ ഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ഒക്കെ ടാഗുകൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ഡെഫിനിഷൻ ലിസ്റ്റും ഉണ്ട്. ഡെഫിനിഷൻ ലിസ്റ്റ്. ഓക്കെ. അപ്പം OL, UL, DL എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടാഗുകളാണ് നമുക്ക് ഇവരൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തത്, വാട്ട് ഈസ് എ ഹൈപ്പർ ലിങ്ക്? എന്താണ് മക്കളെ ഹൈപ്പർ ലിങ്ക്? എന്താണ്? നമ്മളൊരു ടെക്സ്റ്റിനോ അല്ലെങ്കിൽ ഒരു ഇമേജിനോ എന്തിനെങ്കിലൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ എവിടേക്കോ പോവുകയാണ്, വേറെ ഏതോ പേജിലേക്ക്, അല്ലെങ്കിൽ ആ പേജിൻ്റെ തന്നെ വേറെ ഏതോ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ അത് ഹൈപ്പർ ലിങ്ക് ആയി അല്ലേ? വിച്ച് ഇസ് ദ ടാഗ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ഹൈപ്പർ ലിങ്ക്? അപ്പോൾ 2 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയും വേണം, അതേപോലെ തന്നെ ഏത് ടാഗ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നതെന്നും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പറയാം, ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എലമെന്റ്, a text or an image in a web page that we can click on. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മൂവ് ടു അനദർ ഡോക്യുമെന്റ്. ഒന്നുകിൽ വേറൊരു ഡോക്യുമെന്റിലേക്ക് പോകും, അല്ലെങ്കിൽ അനദർ സെക്ഷൻ ഓഫ് ദ സെയിം ഡോക്യുമെന്റ്, വേറൊരു സെക്ഷനിലേക്ക് പോകും. ഓക്കെ. അപ്പോൾ ഹൈപ്പർ ലിങ്ക് എന്ത് ചെയ്യും? അലോ വിസിറ്റേഴ്സ് ടു നാവിഗേറ്റ് ബിറ്റ്വീൻ വെബ്സൈറ്റ് ബൈ ക്ലിക്കിംഗ് ഓൺ വേർഡ്സ്, ഫ്രേസ്, ഇമേജ്. എന്തോ ആയിക്കോട്ടെ, വേർഡ് ആയിക്കോട്ടെ, ടെക്സ്റ്റ്, ഇമേജ്, എന്തോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് പോകും. ഒന്നുകിൽ ആ പേജിൻ്റെ തന്നെ വേറെ സെക്ഷനിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു പേജിലേക്ക്. ഓക്കെ. ഇതാണ് ആര്? നമ്മുടെ ഹൈപ്പർ ലിങ്ക്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഏത് ടാഗാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്? ഏത് ടാഗാണ്? ആങ്കർ ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ആങ്കർ ടാഗ് അല്ലെങ്കിൽ A ടാഗ് എന്നൊക്കെ നമ്മൾ പറയുക. അയാളെയാണ് നമ്മൾ ആളെയാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഡെഫിനിഷൻ ലിസ്റ്റ്? എന്താണ് ഒരു ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ? വിച്ച് ആർ ദ ടാഗ്സ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ഡെഫിനിഷൻ ലിസ്റ്റ്? അപ്പോൾ എന്താണ് ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെഫിനിഷൻ ലിസ്റ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ടേം ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് ഡെഫിനിഷൻ അല്ലേ? കുറേ ടേമുകൾ ഉണ്ടാവും, അതിൻ്റെ ഡെഫിനിഷൻ ഉണ്ടാവും. അപ്പോൾ DT എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടേം എഴുതും, DD എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡെഫിനിഷനും എഴുതും. ഓക്കെ. അപ്പം ടേം എഴുതും, ഡാറ്റ ടേം എഴുതും, അതേപോലെ തന്നെ ഡാറ്റ ഡെഫിനിഷനും എഴുതും. ടേം എഴുതുന്നു, അതിൻ്റെ ഡെഫിനിഷൻ, ടേം എഴുതുന്നു, അതിൻ്റെ ഡെഫിനിഷൻ. അങ്ങനെയാണ് ഡെഫിനിഷൻ ലിസ്റ്റിൽ ഉണ്ടാവുക. നോ ബുള്ളറ്റ് സിമ്പിൾ ഓർ നമ്പർ ഇസ് പ്രൊവൈഡഡ്. നമ്പറിങ്ങോ ബുള്ളറ്റോ മറ്റേ സ്ക്വയറോ സർക്കിളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ടേം എഴുതും, ഡെഫിനിഷൻ എഴുതും. ഇതാണ് ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഏതൊക്കെ ടാഗുകളാണെന്ന് ചോദിച്ചിട്ടുണ്ട്. DL, DT ഒക്കെയാണ് അല്ലേ? ക്രിയേറ്റ് ചെയ്യാൻ DL എന്ന് പറഞ്ഞ ടാഗ് ഉണ്ടാവും, ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മഞ്ജു വാണ്ട്സ് ടു ഡിസ്പ്ലേ 3 വെബ് പേജസ് ഓൺ ദ സെയിം സ്ക്രീൻ. ഇതൊരു essay ക്വസ്റ്റ്യൻ ആണ്. 3 വെബ് പേജുകൾ നമുക്ക് ഒരേ സ്ക്രീനിൽ വരണം. ആർക്ക്? നമുക്കല്ല, മഞ്ജുവിന്. ഓക്കെ. ഹൊറിസോണ്ടലി ആണ് വരേണ്ടത്. ഹൊറിസോണ്ടലി എന്ന് പറയുമ്പോൾ ഇതാണോ? അല്ല, ഇത് വേർട്ടിക്കലി ആണ് അല്ലേ? ഇങ്ങനെയുള്ളത് വേർട്ടിക്കലി ആണ്. ഇങ്ങനെയല്ല, മഞ്ജുവിന് എങ്ങനെയാണ് വരേണ്ടത്? യെസ്, ഹൊറിസോണ്ടലി ഇങ്ങനെ 3 പേജസ് ആയിട്ട് വരണം. ഓക്കെ. വിച്ച് HTML സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദിസ്? ഇതിന് വേണ്ടിയിട്ട് എന്താണ്, എങ്ങനെയാണ് ആൾ ക്രിയേറ്റ് ചെയ്യുക? ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആ ഒരു കോഡ് മാത്രമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക? യെസ്, ഫസ്റ്റ് നമുക്ക് ഫ്രെയിം സെറ്റ് റോ ആയിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ? ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ റോസ് ഈക്വൽ ടു ഒരു 30%. എത്രയാണ്? 30%. പിന്നെ നമുക്ക് ബാക്കിയൊക്കെ തേർഡും ആണെങ്കിൽ സ്റ്റാർ കൊടുത്താൽ എന്താണ്? ബാക്കിയൊക്കെ തേർഡ് സെക്ഷൻ. അങ്ങനെ. ഓക്കെ. അപ്പോൾ ഫ്രെയിം സെറ്റ് റോസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അതിൻ്റെ ഉള്ളിൽ ഫ്രെയിമുകൾ കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രെയിം SRC ഈസ് ഈക്വൽ ടു ഏത് പേജ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക, page 1.html. ഇനി രണ്ടാമത്തെ ഫ്രെയിം, അപ്പോൾ ഫ്രെയിം SRC ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ page 2 എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സേവ് ചെയ്തത്. അപ്പോൾ അത് കൊടുക്കുക, page 2.html. ഇനി മൂന്നാമത്തത് ഫ്രെയിം SRC ഈസ് ഈക്വൽ ടു page
3.html. ഓക്കെ, യെസ്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ആ ഫ്രെയിം സെറ്റും കൂടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വിചാരിച്ച ആ സംഭവം കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? ഇതാ ഇങ്ങനെ ഒരു സാധനം അല്ലേ, ഇങ്ങനെയാണ് ഉണ്ടാവുക. എന്നിട്ട് നമുക്ക് ഇതാ ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. 30%, 30%, ബാക്കിയൊക്കെ തേർഡ്. ഓക്കെ, ഇനി ഇവിടെ പേജ് 1 എന്ന് പറഞ്ഞ് ഞാൻ സേവ് ചെയ്തിട്ടുള്ള HTML ഫയൽ വന്നിട്ടുണ്ടാകും. ഇവിടെ പേജ് 2 വന്നിട്ടുണ്ടാകും. അതേപോലെ ഏറ്റവും താഴെ പേജ് 3യും വന്നിട്ടുണ്ടാകും. ഇങ്ങനെയാണ് നമ്മളൊരു ഇത് ക്രിയേറ്റ് ചെയ്യുക, ഫ്രെയിം സെറ്റ്. ഓക്കെ, അപ്പം ഇതുപോലെയുള്ള ഫ്രെയിം സെറ്റ് മാത്രമല്ല, നമ്മൾ ഫോംസ് പഠിക്കുന്നുണ്ട്, ലിസ്റ്റുകൾ പഠിക്കുന്നുണ്ട് അല്ലേ, ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒക്കെ HTML കോഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ ഇതിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനി നമ്മുടെ മാരത്തോൺ ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്യും. ഉറപ്പായിട്ടും മക്കളെല്ലാവരും വന്നിരിക്കണം. നമുക്ക് എല്ലാ ദിവസവും 7 PM നമുക്ക് ലൈവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ലൈവ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. CS മാത്രമല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും കേട്ടോ മിസ് പറയുന്നത്. എല്ലാ സബ്ജക്റ്റും നമുക്ക് അടിപൊളിയായിട്ട് എഴുതണം. ക്രിസ്മസ് എക്സാം അടിപൊളിയാക്കണം അല്ലേ. അപ്പോൾ എല്ലാവരും അതിനായിട്ട് വർക്ക് ചെയ്യണം. ഇവിടെ മിസ് നിങ്ങൾക്ക് ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്കായിട്ട് മിസ് ഒരു ക്വസ്റ്റ്യൻ തരാനായിട്ട് പോവാണ്. ഇതിന്റെ ആൻസർ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ടാഗ് എൻക്ലോസ് ടു ദ ഹെഡിങ് സെൽസ് ഇൻ എ ടേബിൾ. ഒരു ടേബിളിൽ നമുക്ക് ഹെഡിങ് ക്രിയേറ്റ് ചെയ്യാൻ, അതേപോലെ തന്നെ റോ കൊടുക്കാൻ, ഇതിനൊക്കെ നമുക്ക് എന്തുണ്ട്, ഓരോ ടാഗുകളുണ്ട്. അപ്പോൾ ഹെഡിങ് സെല്ലിന് ഇവിടെ ടേബിൾ, TR, TH, TD ഈ 4 എണ്ണത്തിൽ ഏതാണ് ടേബിൾ ഹെഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഇതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, ഈ ചാപ്റ്റർ ഫുൾ സെറ്റാണോ എന്നുള്ളതൊക്കെ. ഓക്കെ.